மாநிலத்தில் நிரந்தரமாக ஏற்படும் வனவிலங்கு தாக்குதலில் நடவடிக்கை எடுக்காமல் மத்திய மாநில அரசுகள் ஒருவரை ஒருவர் குற்றம் சாட்டி வருவதாக இடுக்கி எம்பி டீன் குரியாக்கோஸ், வெளிநாடுகளில் நடைமுறையில் உள்ள கட்டுப்பாடுகளுடன் உள்ள வேட்டையாடுதல்கள் இந்தியாவிலும் நடைமுறைப்படுத்த நடவடிக்கை எடுக்க வேண்டும் என்றும் എംപി കൂറിനാർ. വന്യജീവി ആക്രമണം പെരുകുന്നതിന് കൂടുതൽ കാരണം എന്ന് പറഞ്ഞ് സംസ്ഥാന ഗവൺമെൻറ് കൈ കഴുകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേന്ദ്രത്തിൻ്റെ ഭാഗത്തും ചില കുഴപ്പങ്ങളുണ്ട്. രണ്ട് ഗവൺമെൻറ്റുകൾക്കും ഒരേ തരത്തിൽ തന്നെയുള്ള ഉത്തരവാദിത്വമാണ് ഈ കാര്യത്തിൽ. കൂടുതൽ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. നടപടിയെടുക്കാൻ വകുപ്പില്ല. ആ ഉദ്യോഗസ്ഥർ ഇന്നത്തെ നിയമം പൂർണ്ണ സംരക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നിയമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിന് ഉണ്ട് എന്നിരിക്കെ ഇവിടെ വീണ്ടും വീണ്ടും അനാവശ്യ വാഗ്വാദങ്ങൾ ഉയർത്തുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ശൈലി ശരിയല്ല. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും വികസിത രാജ്യങ്ങളായ അമേരിക്ക പോലെ, ചൈന പോലെ, ഓസ്ട്രേലിയ പോലെ, കാനഡ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ നിശ്ചിതമായ സമയത്ത് എണ്ണപ്പെരുപ്പമുള്ള മൃഗങ്ങളെ വേട്ടയാടാനുള്ള അനുമതിയുണ്ട്. മൃഗങ്ങളെ നിയന്ത്രിത വേട്ടയ്ക്ക് അനുമതി നൽകുന്ന ഒരു സ്ഥിതിയാണ്. ആ വളരെ സിസ്റ്റമാറ്റിക്കായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പോളിസിയാണിത്. അതേ നയം ഇന്ത്യയിലും നടപ്പിലാക്കണമെന്ന് നമ്മൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതൊരു അഭിപ്രായമില്ല. അത് ഇന്ത്യയിലും നടപ്പിലാക്കണം. കോൺഗ്രസ് അതുപോലെ ഐക്യജനാധിപത്യ മുന്നണി ആ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അങ്ങനെ നിയമം പരിഷ്കരിക്കണം. നമുക്ക് രണ്ടാമതൊരു അഭിപ്രായമില്ല. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്യമൃഗങ്ങൾ അപകടകാരിയായി മാറുമ്പോൾ അവയെ കൊല്ലാനുള്ള അധികാരം കൈവശം വെച്ചിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ലേ രാമനാരായണൻ എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് കൈ കഴുകുന്ന ഈ രീതി അത് ഒരിക്കലും ശരിയല്ല.